ഹലോ ഗൈസ്, നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഡേറ്റ് ഇതാ വന്നിരിക്കുകയാണ്. ATC-JEE എക്സാമിനേഷൻ ഡേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അല്ലെ. സോ ജൂലൈ ഫസ്റ്റ് വീക്ക് ആണോ ജൂൺ ലാസ്റ്റ് വീക്ക് ആണോ എന്നൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും എയർ ട്രാഫിക് കൺട്രോളർ ജൂനിയർ എക്സിക്യൂട്ടീവ് എക്സാമിനേഷന്റെ ഡേറ്റ് ഇതാ വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 14 തീയതി ആയിരിക്കും നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. സോ ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പറയുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതിന്റെ ആ ഒരു മൊമെന്റം ഒന്നും കൂടി കൂട്ടുക, ഇത്രയും കൂടി ഉഷാറാക്കി നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. സോ ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന ജൂലൈ 14 തീയതിയാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ATC-JEE എക്സാമിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാത്ത എക്സാം ആണ്. ഒരൊറ്റ എക്സാമിലൂടെയാണ് നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇതിനുശേഷം Tier 1, Tier 2, Tier 3 അങ്ങനെ യാതൊന്നുമില്ല. ജസ്റ്റ് ഒരു ഒറ്റ റിട്ടേൺ എക്സാമിനേഷൻ കംപ്ലീറ്റ്ലി ഓൺലൈനായി നടക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോട് കൂടിയ ഒരൊറ്റ റിട്ടേൺ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഡയറക്റ്റ്ലി നിങ്ങളുടെ വോയിസ് ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒക്കെ ആയിരിക്കും. വോയിസ് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെയൊക്കെ നിങ്ങളുടെ റിജക്ഷൻ പെർസെൻറ്റേജ് വളരെ വളരെ കുറവായിരിക്കും. സോ ഈ ഒരു എക്സാമിനേഷൻ ഇതാണ് നിങ്ങളുടെ ഫേറ്റ് നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക. അപ്പോൾ നമുക്ക് ഈ എക്സാമിനെ നിങ്ങൾക്കൊരു ചെറിയ മോട്ടിവേഷൻ തരാൻ വേണ്ടി വീണ്ടും നമ്മുടെ അഡ്വർടൈസ്മെന്റിലെ വേക്കൻസീസ് ഒന്നും കൂടെ എടുത്തു പറയുകയാണ്. സോ ഇവിടെ ഇത്തവണ 309 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ പല കാറ്റഗറീസിലായിട്ടാണ്. റിലാക്സേഷൻ വരുന്ന കാറ്റഗറീസും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഒരു സ്പെഷ്യൽ കോട്ടയായിരിക്കും. അതിനുശേഷം SC, ST, OBC അങ്ങനെ പല പല ആയിരിക്കും. ബട്ട് സ്റ്റിൽ എല്ലാം കൂടി ടോട്ടൽ 309 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ എക്സാമിനേഷന്റെ പാറ്റേണിനെ പറ്റി കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ മുമ്പിൽ കഷ്ടിച്ച് 4 ആഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഇത് ഒരു കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് നടത്തപ്പെടുന്ന എക്സാമിനേഷൻ ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിൽ ചോദിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും 2 ഭാഗമായിട്ടാണ് നമ്മുടെ എക്സാമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് A ആൻഡ് പാർട്ട് B ആണ്. പാർട്ട് Aയിൽ വരുന്നത് ജനറൽ പേപ്പർ ആണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ടാകും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും, ജനറൽ നോളജ്. അതിൽ നിന്നും നമുക്ക് ടോട്ടലി 60 മാർക്കുകളാണ് വരുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ജനറൽ പേപ്പറിന്റെ കൂടെ വരുന്ന ടെക്നിക്കൽ പേപ്പർ, ബേസിക്കലി നമ്മൾ അതിനെ കോർ പേപ്പർ എന്നൊക്കെ പറയും. അവിടെ മാത്സും ഫിസിക്സും ആണ് വരുന്നത്. സോ അതിൽ നിന്ന് വീണ്ടും 60 മാർക്ക് തന്നെയാണ് നമുക്ക് കിട്ടും. ഓക്കെ, സോ 60 + 60 ഔട്ട് ഓഫ് 120യിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. സോ ഇവിടെ ഈ ടെക്നിക്കൽ പാർട്ടിൽ അല്ലെങ്കിൽ കോർ പേപ്പേഴ്സിൽ മാത്സും ഫിസിക്സും നിങ്ങളുടെ ഡിഗ്രിയിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നതോ അല്ല. പ്രധാനമായിട്ടും 10+2 ലെവൽ, അതിൽ +1ലെയും +2ലെയും മാത്സിന്റെയും ഫിസിക്സിൽ നിന്നുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത്. അപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവൽ ഫിസിക്സിലേക്കോ മാത്സിലേക്കോ പോയി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് പോയി വെറുതെ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവണ്ട, നിങ്ങളുടെ സമയവും വേസ്റ്റ് ചെയ്യേണ്ട. 10+2 ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി പാർട്ട് Aയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് മാത്സിനും റീസണിങ്ങിനുമാണ്. 15 മാർക്സും അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 20 മാർക്സുമാണ്. പക്ഷേ ഇവിടെ ജനറൽ നോളജിന് കമ്പാരിറ്റീവ്ലി ഇത്തിരി വെയിറ്റേജ് കുറവാണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക, നല്ല ഫോക്കസ് കൊടുക്കുക. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. സോ 120 ക്വസ്റ്റ്യൻസിൽ നിന്നും 120 മാർക്കാണ് നിങ്ങൾ നേടേണ്ടത്, മറക്കണ്ട. ആൻഡ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. സോ ബേസിക്കലി 2 മണിക്കൂർ 120 മിനിറ്റ് കൊണ്ട് 120 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 120 മാർക്ക്. ഇതാണ് എക്സാമിനേഷൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനേ വേണ്ട. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ആൻസേഴ്സ് ചെയ്യുക. നിങ്ങൾ ആൻസർ തെറ്റിയാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ, സോ ഔട്ട് ഓഫ് 120 ആണ് നമ്മുടെ ടോട്ടൽ മാർക്സ് വരുന്നത്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നും കൂടെ സ്പീഡ് കൂട്ടി ഇത്തിരി കൂടെ സീരിയസ് ആയിട്ട് പഠിക്കുക. ഈ ജൂലൈ 14 വരെ മാത്രം നിങ്ങൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി. നിങ്ങളുടെ കരിയർ ATC ആയിട്ട് സെറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്.
ഇതിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇനി എങ്ങനെ പഠിക്കും എന്നുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. എൻട്രി നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് അസിസ്റ്റൻസിനും സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഒക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ക്വരീസും എഴുതി അറിയിക്കാം. ഇനി നമ്മുടെ കോഴ്സസും നമ്മൾ ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സസും, എൻ്റെ ക്ലാസ്സസ് ഡെയിലി 2-3 ടൈംസ് നടക്കാറുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. സോ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. സോ കംപ്ലീറ്റ് സിലബസ് കവറേജ് വരുന്ന ഷോർട്ട് ട്രിക്സും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസും അടങ്ങുന്ന പാക്കേജാണ് നമ്മുടെ കോഴ്സസിൽ വരുന്നത്. ഇനി അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡേറ്റ് മറക്കണ്ട. ഈ വരുന്ന ജൂലൈ 14 തീയതിയാണ് ATCJE എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. Okay, so all of you study very well. All the best.